ഹായ്, ലിസീസ് ഹോമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? ഇതുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 5 രൂപയുടെ ബൂസ്റ്റിൻ്റെ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഫുള്ളായിട്ട് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. 3 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. എടുക്കുന്ന പഞ്ചസാരയുടെ ഇരട്ടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തതുകൊണ്ട് 6 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടയ്ക്ക് പകരം പുളിപ്പില്ലാത്ത തൈര് 2 ടേബിൾ സ്പൂൺ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് വെജിറ്റബിൾ ഓയിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഓയിലിന് പകരം ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനി നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് അടിച്ചെടുക്കാം. ഇത് നമ്മൾ നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ദോശമാവിൻ്റെയൊക്കെ പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലിയുടെ ഒരു തട്ടെടുക്കാം. ഇതിലേക്ക് എണ്ണയൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ഭാഗത്തോളം നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതേ രീതിയിൽ എല്ലാത്തിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാത്തിലും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന ബാറ്ററിൻ്റെ തട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുക്കാം. കറക്റ്റ് ഒരു 10 മിനിറ്റ് നമുക്ക് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. 10 മിനിറ്റ് ആയപ്പോൾ തന്നെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് നോക്കുന്നത് പോലെയൊക്കെ ഒരു ചെറിയൊരു സ്റ്റിക്ക് വെച്ച് നമുക്ക് വേണമെങ്കിൽ കുത്തി നോക്കാവുന്നതാണ്. ക്ലിയർ ആയിട്ട് വരികയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മളിതേ കറക്റ്റായിട്ട് നമുക്കിതേ ഇളകി വന്നിട്ടുണ്ട്. ഒട്ടും ഹാർഡല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം. ബായ്.